Yo guys, welcome back to another brand new video. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഈ വീക്കിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു യൂറോ USD ട്രേഡിന്റെ ബ്രേക്ക് ഡൗൺ ആയിട്ടാണ്. ഓക്കെ, നമ്മൾ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ആ ഒരു വീക്ക്ലി ഫോർകാസ്റ്റ് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂറോ USD ഓവറോൾ ഒരു ബുള്ളിഷ് മാനറിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ ഒരു ടെസ്റ്റ് ചെയ്യാത്ത ഒരു FEG ലെവൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡിമാൻഡ് ലെവൽ നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളത് പറയണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് അതുവരെയുള്ള സെല്ലും അവിടുന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ബൈ സൈഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുക എന്നുള്ളതായിരുന്നു നമ്മളെ പ്ലാൻ. ഓക്കെ, സോ ലൈക്ക് ദിസ് നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ടേക്കുള്ള സെല്ലും അതുപോലെ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ FEG അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു POI മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലോങ്സും പ്ലാൻ ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മളെ പ്ലാൻ. ഓക്കെ, സോ നമ്മളെ പ്ലാൻ പ്രകാരം ഇന്നലെ മാർക്കറ്റ് ഈ ഒരു സപ്ലൈ ലെവലിൽ മാർക്കറ്റ് എന്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സമയത്ത് നമുക്ക് ജസ്റ്റ് എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി മാർക്കറ്റ് എന്തായിരുന്നു ഒരു ബുള്ളിഷ് മാനറിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ നമ്മൾ കറണ്ട് ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈ ടു ഈ ലോ ഇതായിരുന്നു നമ്മൾ കറണ്ട് ട്രേഡിംഗ് റേഞ്ച്. സോ നമ്മൾ ഈ ഒരു സെല്ല് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ ഈ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ബൈയും നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതായിരുന്നു നമ്മൾ ആക്ച്വലി നമ്മൾ ട്രേഡിംഗ് പ്ലാൻ. ഓക്കെ, സോ മാർക്കറ്റ് ഇന്നലെ എന്ത് ചെയ്തു, ഈ ഒരു ടെസ്റ്റ് ചെയ്യാത്ത ഒരു സപ്ലൈ ലെവലിൽ മാർക്കറ്റ് ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യാൻ കാരണമായിട്ടുള്ള ഈ ഒരു സപ്ലൈ ലെവൽ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അവിടുന്ന് എങ്ങനെയാണ് റിയാക്ട് ചെയ്തെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ആ ഒരു സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിന്റെ തൊട്ടടുത്തായിട്ട് രണ്ട് ഇൻഡ്യൂസ്മെന്റ് ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റ് നമുക്ക് കാണാൻ കഴിയും. ഒരു ഹൈ അതുപോലെ അടുത്തൊരു ഹൈ. സോ ഒരു റിലേറ്റീവ്ലി ഒരു ഈക്വൽ ഹൈ ഫോം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സോണിന്റെ നമുക്കറിയാം ഒരു സോണിന്റെ തൊട്ടടുത്തായിട്ട് ഈക്വൽ ഹൈസ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെന്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഹയർ പ്രോബബിലിറ്റി സെറ്റപ്പ് ആയിരിക്കും എന്നുള്ളത് ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു സോണിൽ മാർക്കറ്റ് ഇന്നലെ ലണ്ടൻ സെഷനിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, എക്സാക്ട്ലി നമുക്കറിയാം 1:30 ലണ്ടൻ ഓപ്പണിംഗ്. മാർക്കറ്റ് എന്ത് ചെയ്തു, എക്സാക്ട്ലി ആ ഒരു 12:30 1:30 ടൈമിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വന്നു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് നമുക്ക് അവിടെ ഒരു പ്രോപ്പർ കൺഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അതൊന്ന് മോണിറ്റർ ചെയ്യാം. ഓക്കെ, സോ ഇതിനുവേണ്ടി നമുക്ക് 50 മിനിറ്റ് ടൈം ഫ്രെയിമിലായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് കാണാൻ പറ്റും എക്സാക്ട്ലി ആ ഒരു 1:30 ലണ്ടൻ ഓപ്പണിംഗ് ടൈമിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് വന്നു. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടുന്ന് ക്ലിയർ ആയിട്ടൊരു മൊമെന്റം ഷിഫ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് റീസെന്റ് ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ, ഇതുവരെ മാർക്കറ്റ് അപ് ട്രെൻഡിലായിരുന്നു. അതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടുന്ന് റിയാക്ട് ചെയ്തതിനു ശേഷം പുതിയൊരു ഹൈ ഉണ്ടാക്കാൻ ഫെയിലായി എന്ന് മാത്രമല്ല മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ലാസ്റ്റ് ഡിമാൻഡ് ലെവൽ താഴോട്ടേക്ക് ബ്രേക്കും ചെയ്തു. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ലെവൽ ഓഫ് ഡിമാൻഡ്. ഇവിടെ നിന്നാണ് മാർക്കറ്റ് പുതിയൊരു ഹൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടെ ഒന്ന് റിയാക്ട് ചെയ്തു, അതിനുശേഷം ഫെയിൽ ആയി. സോ ഇവിടുത്തെ ഈ ഒരു ഫെയിൽ ആവുന്നതിന് മുന്നുള്ള ഈ ലാസ്റ്റ് റിയാക്ഷൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സപ്ലൈ സോണാണ്. മാർക്കറ്റ് എന്ത് ചെയ്തു, എക്സാക്ട്ലി ആ ഒരു ടൈമിൽ ലൈക്ക് ആ ലണ്ടൻ ഓപ്പൺ ടൈമിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു സോണിലേക്ക് മാർക്കറ്റ് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കറക്റ്റ് 1:30 ടൈമിൽ. സോ ഈ ഒരു പോയിന്റ് നിന്നായിരുന്നു നമ്മൾ എന്ത് ഉണ്ടായിരുന്നത്, ആ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റീപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു അപ് ട്രെൻഡ് മാനറിൽ മേലോട്ടേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വൺസ് ഈ ലാസ്റ്റ് ഡിമാൻഡ് ഫെയിൽ ആയി കഴിഞ്ഞാലാണ് നമുക്ക് ട്രേഡ് നോക്കാനുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൺഫർമേഷൻ കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ നോക്കാം. സോ മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു സോണ് മാർക്കറ്റ് എന്ത് ചെയ്തു, ഫെയിൽ ആയി. ഓക്കെ, ഇതായിരുന്നു നമ്മളെ ലാസ്റ്റ് ഡിമാൻഡ്. സോ ലാസ്റ്റ് ഡിമാൻഡിൽ മാർക്കറ്റ് ഒന്ന് റിയാക്ട് ചെയ്തതിനു ശേഷം താഴോട്ടേക്ക് ഫെയിൽ ആയി. ഈ ഒരു സ്ട്രക്ചറിന് താഴെ മാർക്കറ്റ് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നമുക്ക് ഒരു മൊമെന്റം ഷിഫ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഓക്കെ, അതിന് കാരണമായിട്ടുള്ള ഓർഡർ ബ്ലോക്ക് അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് റിയാക്ഷൻ പോയിന്റ് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. സോ ഇതായിരുന്നു നമുക്ക് ഈ റിയാക്ഷൻ ലാസ്റ്റ് ഫെയിൽ ആവുന്നതിന് മുന്നേ. സോ ഇവിടെ നമുക്ക് ഈ ഒരു സോൺ റിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇത് ബൈ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോയിന്റിൽ നിന്ന് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ആ ഒരു ഷോർട്ട് എക്സിക്യൂട്ട് ചെയ്യാം.
സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈൻ്റെ മേലെ വെക്കുന്നതും കുഴപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ സേഫർ ഈ ഒരു ഹൈൻ്റെ മേലെ ആയിരിക്കും കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ലോജിക്കൽ ടാർഗറ്റ് പോയിന്റ് ജസ്റ്റ് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഒരു ഈക്വൽ ലോ കാണാൻ കഴിയും, റിലേറ്റീവ്ലി ഒരു ഈക്വൽ ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഈക്വൽ ലോ എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സീ എങ്ങനെയാണ് അവിടെ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മുടെ സോണ് ജസ്റ്റ് എന്ത് ചെയ്തു, ടാപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈസി ആയിട്ട് നമ്മൾ ആ ഒരു ടാർഗറ്റ് ഇവിടെ നമുക്ക് അച്ചീവ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഓക്കെ, സോ ഇതായിരുന്നു നമ്മൾ റീസെൻ്റ്ലി എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ്. നമ്മളൊരു ഹയർ ടൈം ഫ്രെയിം ബേസിലാണ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ടെസ്റ്റ് ചെയ്യാത്ത ഓർഡർ ബ്ലോക്ക്, ഫോർവേഡ് ടൈം ഫ്രെയിമിൽ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ആയിട്ട് കാണാൻ പറ്റും. ഈ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്കറ്റ് എന്ത് ചെയ്തില്ലായിരുന്നു, ടെസ്റ്റ് ചെയ്തില്ലായിരുന്നു. ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു മേജർ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യാൻ കാരണമായിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ആയിരുന്നു. മാർക്കറ്റ് എന്ത് ചെയ്തു, അതിന്റെ തൊട്ടടുത്തായിട്ട് ഇൻഡ്യൂസ്മെന്റ് ലെഫ്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, അങ്ങോട്ടേക്ക് വന്നത്. സോ അങ്ങോട്ടേക്ക് വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, പ്രോപ്പറായിട്ടുള്ള ഒരു കൺഫർമേഷൻ വെയിറ്റ് ചെയ്തു. നമുക്ക് എന്ത് ചെയ്തു, ഒരു 5 മിനിറ്റിൽ മൊമെന്റം ഷിഫ്റ്റ് കിട്ടി, അതുപോലെ ടെസ്റ്റ് ചെയ്യാത്ത ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടി. സോ നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് 1 മിനിറ്റിലായിരുന്നു ആ ഒരു എക്സിക്യൂഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമ്മൾ കാണാൻ പറ്റും ഈസി ആയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആ ഒരു ടാർഗറ്റ് ഇവിടെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എല്ലാവർക്കും ഈ ഒരു ട്രേഡ് എങ്ങനെയാണ് എടുത്തത് എന്നുള്ളത്, അതുപോലെ ഇതിന്റെ ബിഹൈൻഡ് ദ ലോജിക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡിനെ കുറിച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും അതുപോലെ കൂടുതൽ അറിയാനും താല്പര്യമുള്ളവർ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഫോം കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.